പ്രിയ പ്രേക്ഷകർക്ക് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 3 ദിവസത്തിനുള്ളിൽ കുറച്ച് നക്ഷത്ര ജാതകർക്ക് ലോട്ടറി ഭാഗ്യം. അവർ സാമ്പത്തിക പുരോഗതിക്കൊപ്പം കൈവരിക്കുന്ന മറ്റു കാര്യങ്ങളും ലോട്ടറി ഭാഗ്യത്തിന് വേണ്ടി തിരഞ്ഞെടുക്കേണ്ട ഭാഗ്യ നമ്പറുകളും എന്തൊക്കെയെന്ന് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഇന്നത്തെ വീഡിയോയിലൂടെ തന്നെ ഒന്ന് പങ്കുവെക്കാം. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എൻ്റെ പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തു തന്നെയായാലും അത് കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടി ഓർമ്മിപ്പിക്കുന്നു. എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് നോക്കാം. മേടക്കൂറിൽ പിറന്ന അശ്വതി, ഭരണി, കാർത്തിക 1-ാം പാദത്തിൽ ജനിച്ച നക്ഷത്ര ജാതകരെക്കുറിച്ച്. ഇവരുടെ ജീവിതത്തിൽ സാമ്പത്തിക പുരോഗതിക്കുള്ള വഴികൾ തെളിയുന്ന ദിവസങ്ങളാണ് ഇനിയുള്ള ഒരാഴ്ചക്കാലം. അതുകൊണ്ട് തന്നെ ഒരു ലോട്ടറി പരീക്ഷണം നടത്തിയാൽ വിജയസാധ്യതകൾ ഇവർക്ക് കൂടുതലാണ്. 11, 17, 99, 24 എന്നീ ഭാഗ്യ നമ്പറുകൾ ഈ ദിവസങ്ങളിൽ തിരഞ്ഞെടുത്താൽ വിജയസാധ്യതകൾ ഇവർക്ക് കൂടുതലാണ്. അതോടൊപ്പം തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ ഇവരെ കാത്തിരിക്കുന്ന ഭാഗ്യ അനുഭവങ്ങൾ കൂടി ഒന്ന് പങ്കുവെക്കാം. തൊഴിൽ രംഗം മെച്ചപ്പെടുകയും അവിടെ ഉണ്ടായിരുന്ന ശത്രുക്കളുടെ ശത്രുതാ മനോഭാവം കുറയുകയും ചെയ്യുന്നതായിട്ട് ഫലത്തിൽ കാണുന്നുണ്ട്. യന്ത്ര തകരാർ മൂലം തൊഴിൽ ഇല്ലാതിരുന്നവർക്ക് വീണ്ടും തൊഴിൽ സാധ്യതകൾ തെളിയുന്നു. ഇവർ ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആ ആഗ്രഹങ്ങൾ സഫലമാകും. തൊഴിൽ രംഗത്ത് സ്ഥാനക്കയറ്റം ഈ ആഴ്ചയിൽ തന്നെ ലഭിക്കാൻ യോഗം ഉണ്ട്. പല പ്രകാരേണ ധനാഗമങ്ങൾ ഈ ആഴ്ചയിൽ പ്രതീക്ഷിക്കാം. കാര്യസാധ്യങ്ങളും ഉണ്ടാകും. ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ കുറഞ്ഞു തുടങ്ങും. കലഹ സ്വഭാവവും കുറഞ്ഞു തുടങ്ങും. പ്രായോഗിക ബുദ്ധി പ്രകടമാക്കാൻ സാധിക്കും. അപമാനം ഏൽക്കേണ്ട സാഹചര്യത്തിൽ നിന്ന് മോചനം പ്രതീക്ഷിക്കാം. ബന്ധുക്കളുടെ സഹായം ലഭിക്കും. പാപപ്രവൃത്തികൾ ചെയ്യേണ്ടതായിട്ട് വരും. വ്യായാധിക്യം മൂലം മനസ്വസ്ഥത കിട്ടാതിരുന്നവർക്കൊരു മാറ്റം പ്രതീക്ഷിക്കാം. പുതിയ അറിവ് ലഭിക്കാൻ ശ്രമിച്ചാൽ സാഹചര്യം അനുകൂലമാണ്. സ്വജനങ്ങൾക്ക് പ്രാധാന്യം നൽകാൻ സാധിക്കും. നടുവ് വേദന, ഒടിവ്, ചതവ് ഇവ കൂടി ശ്രദ്ധിക്കണം. ദോഷനിവാരണത്തിന് ശിവന് ധാര കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ കൂടി ശ്രദ്ധിക്കുക. ഇനി ഇടവക്കൂറിൽ കാർത്തിക നക്ഷത്ര ജാതകർ 2, 3, 4 പാദങ്ങൾ, രോഹിണി, മകയിരം 1, 2 പാദത്തിൽ ജനിച്ചവരെ കുറിച്ച് നോക്കാം. ചിലവുകൾ വളരെ കുറഞ്ഞിരിക്കുന്ന സമയം കൂടിയാണ്. 42, 0, 4, 51, 67 എന്നീ ഭാഗ്യ നമ്പറുകൾ ഈ ദിവസങ്ങളിൽ ഒന്ന് തിരഞ്ഞെടുക്കുക. അതോടൊപ്പം തന്നെ തൊഴിൽ രംഗം മെച്ചപ്പെടാനുള്ള സാധ്യതകളും ഒട്ടനവധിയാണ്. തൊഴിലിൽ നിന്നുള്ള വരുമാനം വർദ്ധിച്ചു വരും. കാര്യസാധ്യങ്ങൾ ഉണ്ടാകും. ചില വിശേഷ ഭാഗ്യ അനുഭവങ്ങൾക്കും ഇടയുണ്ട്. ഭൂമിയിൽ നിന്നുള്ള വരുമാനം വർദ്ധിക്കും. ദാമ്പത്യ സുഖം ലഭിച്ചു തുടങ്ങും. കമിതാക്കളുടെ വിവാഹം നടക്കാൻ സാധ്യതകൾ കൂടുതലാണ്. നല്ല കർമ്മങ്ങൾക്കായിട്ട് പണം ചിലവഴിക്കാൻ സാധിക്കും. ധനകാര്യ പ്രവർത്തനങ്ങൾ കൂടുതൽ ഭംഗിയായിട്ട് നടത്തും. പൊതുവെ സുഖ അനുഭവങ്ങൾ ഉണ്ടാകും. നെഞ്ചിനകത്തുണ്ടാകുന്ന അസുഖങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം. നിർബന്ധ ബുദ്ധി പ്രകടമാക്കാൻ സാധിക്കും. ക്രൂര ചിന്തകൾ മനസ്സിൽ ഉദിക്കും. ജലമാർഗങ്ങൾ വഴിയുള്ള യാത്രകൾ ശ്രദ്ധിക്കണം. വലിയ ദുഃഖ അനുഭവങ്ങൾ ജീവിതത്തിൽ നിന്ന് വിട്ടൊഴിയും. ബന്ധുജന സഹായം ഉണ്ടാകും. ദോഷനിവാരണത്തിന് ശിവന് മൃത്യുഞ്ജയ മന്ത്രപുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കുക. ഇനി മിഥുനക്കൂറിൽ മകയിരം 3, 4 പാദങ്ങൾ, തിരുവാതിര, പുണർതം 1, 2, 3 പാദത്തിൽ ജനിച്ചവരെ കുറിച്ച് നോക്കാം. ഇവർ 48, 84, 54, 64, 77, 91 എന്നീ ഭാഗ്യ നമ്പറുകൾ ഒന്ന് തിരഞ്ഞെടുക്കുക. ഇത് ഈ നക്ഷത്ര ജാതകരുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു സംഖ്യകളാണ്. ഇതിൽ നിന്ന് തന്നെ ഒരു സാമ്പത്തിക പുരോഗതി ഈ ദിവസങ്ങളിൽ ഇവർക്ക് ലഭിക്കും.
തർക്കവിഷയങ്ങളിൽ വിജയം വരിക്കാൻ സാധിക്കും. സന്താനോൽപാദനത്തിലുള്ള ചികിത്സകൾക്കുള്ള തടസ്സം നീങ്ങിവരും. മറ്റുള്ളവരുടെ കാര്യത്തിൽ വലിയ താൽപ്പര്യമെടുത്ത് പ്രവർത്തിക്കും. പാപകർമ്മങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കും. പുതിയ സംരംഭങ്ങൾ വിജയിക്കും. മറ്റുള്ളവരെക്കുറിച്ച് അപവാദങ്ങൾ കൂടുതലായിട്ട് പറയാതിരിക്കുക. പുതിയ സംരംഭങ്ങൾക്ക് വിജയസാധ്യതകൾ കൂടുതലാണ്. ബന്ധുജനങ്ങൾ വിരോധത്തിലാകാൻ സാധ്യതയുണ്ട്. അലങ്കാര വസ്തുക്കൾ വാങ്ങാൻ സാധിക്കും. അഭീഷ്ടകാര്യസിദ്ധി ഉണ്ടാകും. വ്രണങ്ങൾ, പ്രമേഹബന്ധിയായിട്ടുള്ളവ, മറ്റസുഖങ്ങൾ, സന്ധിവേദന ഇവ ശ്രദ്ധിക്കണം. പലവിധ ആപത്തുകളിൽ നിന്നും കരകയറും. ചില സുഖ അനുഭവങ്ങൾ ഉണ്ടാകും. ധനകാര്യ പ്രവർത്തനങ്ങൾക്കുള്ള മുടക്കം നീങ്ങിവരും. ഉപാസനകൾക്ക് തടസ്സം വരാതെ ശ്രദ്ധിക്കണം. നാൽക്കാലികളിലെ രോഗങ്ങൾ ശമനം കണ്ടു തുടങ്ങും. ഇവർ ദോഷനിവാരണത്തിന് ഗണപതി ഹോമം കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി കർക്കിടകക്കൂറിൽ പുണർതം 4-ാം പാദം, പൂയം, ആയില്യം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. 99, 84, 99, 64, 70, 31 എന്നീ ഭാഗ്യ നമ്പറുകൾ ഒന്ന് തിരഞ്ഞെടുത്താൽ ഇവരുടെ ജീവിതം തന്നെ തലകീഴായിട്ട് മാറുന്നൊരു ഭാഗ്യം ഇവരെ കാത്തിരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ എല്ലാ മേഖലകളിലും ബന്ധുജനങ്ങളുടെ സഹകരണം മൂലം സന്തോഷം ഉളവാകും. വിവാഹ ആലോചനകൾ ഉറപ്പിക്കാൻ സാധിക്കും. കുടുംബത്തിൽ സ്ത്രീകൾ മൂലം കുറച്ച് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും. ഗവൺമെൻറ്റുമായിട്ടുള്ള കാര്യതാമസം ഒഴിവായി കിട്ടും. പണം തിരികെ തരാനുള്ളവരുമായിട്ടുള്ള കലഹങ്ങൾ വലുതാകാതെ ശ്രദ്ധിക്കണം. നേതൃഗുണം ഈ സമയത്ത് ലഭിക്കും. അധികാര സ്ഥാനങ്ങളിൽ എത്താനുള്ള സാധ്യതകളും ഉണ്ട്. അച്ഛനുമായോ പിതൃതുല്യരായ മറ്റുള്ളവരുമായോ കലഹങ്ങൾ വേണ്ടിവരും. അക്ഷമ കുറഞ്ഞു തുടങ്ങും. ദാനശീലം ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ശൂരത പ്രകടിപ്പിക്കും. പലവിധ രോഗാരിഷ്ടതകൾ, പ്രത്യേകിച്ച് ത്വക്കുബന്ധിയായവയ്ക്ക് സാധ്യതയുണ്ട്. ഭാഗ്യ അനുഭവങ്ങൾക്കുള്ള തടസ്സങ്ങൾ നീങ്ങിവരും. സഹായികളുമായിട്ട് വേർപിരിയാതിരിക്കാൻ ശ്രദ്ധിക്കണം. ദോഷനിവാരണത്തിന് ശാസ്താവിന് നീരാജനം കഴിപ്പിച്ചു പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി ചിങ്ങക്കൂറിൽ പിറന്ന മകം, പൂരം, ഉത്രം 1-ാം പാദത്തിൽ ജനിച്ചവരെ കുറിച്ച് നോക്കാം. നല്ല അറിവുകൾ നേടാൻ ശ്രമിച്ചാൽ വിജയസാധ്യതകൾ ഇവർക്കൊപ്പമാണ്. മറ്റുള്ളവരെക്കുറിച്ച് നിന്ദ്യമായി സംസാരിക്കാതിരിക്കാൻ ഒന്ന് ശ്രമിക്കണം. കാര്യങ്ങൾ മെച്ചപ്പെടാൻ വളരെ സമയം ഒന്നുമെടുക്കില്ല. ഇവരുടെ ജീവിതം മാറാൻ പോകുകയാണ്. അതിനായിട്ട് 66, 84, 72, 80 എന്നീ ഭാഗ്യ നമ്പറുകൾ ലഭിച്ചാൽ ഒന്ന് തിരഞ്ഞെടുക്കുക. നേത്രരോഗം, ഉദരവ്യാധി ഇവ കൂടി ശ്രദ്ധിക്കേണ്ട സമയം തന്നെയാണ്. കലഹഭയം മനസ്സിൽ നിന്ന് വിട്ടൊഴിയുകയും മനസ്സിന് കുറച്ച് സമാധാനം ലഭിച്ചു തുടങ്ങുകയും ചെയ്യും. ശത്രുപീഡയിൽ നിന്ന് മോചനം പ്രതീക്ഷിക്കാം. ഭൂമിയുടെ കച്ചവടത്തിൽ പ്രതീക്ഷിച്ചതിലും ലാഭം നേടാൻ സാധിക്കും. ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടും. ചില ഭാഗ്യ അനുഭവങ്ങൾക്കും സാധ്യതയുണ്ട്. തൊഴിൽ രംഗം മെച്ചപ്പെടും. അപ്രതീക്ഷിത ധനനേട്ടങ്ങൾക്കിടയുണ്ട്. പ്രണയങ്ങൾ സഫലമാകും. പുതിയ ഗൃഹനിർമ്മാണത്തിന് തുടക്കം കുറിച്ചാൽ സാഹചര്യം അനുകൂലമാണ്. നാൽക്കാലി വളർത്തൽ മെച്ചപ്പെടും. അഗ്നിബാധ ഒന്ന് ശ്രദ്ധിക്കണം. ദോഷനിവാരണത്തിന് ഭഗവതി ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തം പുഷ്പാഞ്ജലി കഴിപ്പിച്ചൊന്ന് പ്രാർത്ഥിക്കണം. ഇനി കന്നിക്കൂറിൽ ഉത്രം നക്ഷത്ര ജാതകർ 2, 3, 4 പാദങ്ങൾ, അത്തം, ചിത്തിര 1, 2 പാദത്തിൽ ജനിച്ചവരെ കുറിച്ച് നോക്കാം. ദുഃഖ അനുഭവങ്ങൾക്ക് കുറവ് കണ്ടു തുടങ്ങും. മക്കളുടെ ആരോഗ്യ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണം. ചില ഭാഗ്യ അനുഭവങ്ങൾക്കും ഇടയുണ്ട്. കാര്യതടസ്സങ്ങൾ ഒന്ന് മാറിവരും. സ്ഥാനമാനങ്ങളും സ്ഥാനക്കയറ്റങ്ങളും ലഭിക്കാൻ സാധ്യത കൂടുതലാണ്. ഇവർ 17, 77, 84, 48, 96, 72 എന്നീ ഭാഗ്യ നമ്പറുകളൊക്കെ ഒന്ന് തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിച്ചാൽ ജീവിതത്തിൽ വിജയം ഇവർക്കൊപ്പം തന്നെയാണ്. തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് കാൽനട യാത്ര കൂടുതലായിട്ട് വേണ്ടിവരും. ബന്ധുജനങ്ങൾക്ക് സൗഖ്യം ലഭിക്കും. ദന്തരോഗം ഉള്ളവർക്ക് പല്ലെടുക്കുകയും ശസ്ത്രക്രിയകൾ നടത്തുകയും ചെയ്യാം. വ്യായാധിക്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ത്വക്ക് രോഗം പ്രത്യേകം ശ്രദ്ധിക്കണം. വിദ്യാഭ്യാസത്തിലെ തടസ്സങ്ങൾ തരണം ചെയ്യാനാകും. തൊഴിൽ രംഗം മെച്ചപ്പെടും.
മരാമത്ത് പണികൾക്കുള്ള ചിലവുകൾ കുറഞ്ഞു തുടങ്ങും. മംഗളകാര്യങ്ങൾക്കുള്ള തടസ്സങ്ങൾ നീങ്ങിവരും. ജന്തുക്കളുടെ ഉപദ്രവം കുറഞ്ഞു തുടങ്ങും. ഇവർ ദോഷനിവാരണത്തിന് സർപ്പ ആരാധനാ കേന്ദ്രത്തിൽ മഞ്ഞൾപ്പൊടി ചാർത്തി സർപ്പസൂക്തം പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക.